ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18 നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന ക്ലാസ്സുകളാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ LGS ലെവലിൽ PSC മുൻ വർഷത്തിൽ നടത്തിയിട്ടുള്ള ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 189/2023 എന്ന ചോദ്യപേപ്പർ കോഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതുമാത്രമല്ല, ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഈ ചോദ്യപേപ്പറിലുള്ള 100 ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. മാത്സിൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താവുന്ന മെത്തേഡ് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ചോദ്യപേപ്പർ കോഡ് 189/2023. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മൂന്നാമത്തെ പ്രസ്താവനയായിട്ടുള്ള രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ട് തന്നിട്ടുള്ളത്. 1931 നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുത്തത്. ഗാന്ധി ഇർവിയൻ ഉടമ്പടിയുടെ ഫലമായാണ് അദ്ദേഹം സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? നാലാമത്തെ പ്രസ്താവനയായിട്ടുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജി അല്ല, സർദാർ വല്ലഭായി പട്ടേലാണ് എന്നുള്ളതും കൂടി നോക്കുക. ഈ സമര വിജയത്തിന് ശേഷമാണ് വല്ലഭായി പട്ടേലിന് സർദാർ എന്ന പദവി ലഭിച്ചത്. ഗുജറാത്തിലെ ബർദോളിയൻ ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയുള്ള സമരമായിരുന്നു എന്നതുകൂടി ഓർത്തുവെക്കുക. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്ന്, സത്യപാൽ മല്ലിക്. അടുത്തത് സൈഫുദ്ദീൻ കിച്ലു. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ജാലിയൻ വാലാബാഗ് പ്രതിഷേധം നടന്നത്. 1919 ഏപ്രിൽ 13 ക്രൂരമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. നാലാമത്തെ ചോദ്യം. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം എന്നതാണ് ശരി. ഗാന്ധിജി ക്രിപ്സ് മിഷൻ എന്നതാണ് ശരിയായിട്ടുള്ളത്. 1942 ക്രിപ്സ് മിഷൻ നിർദ്ദേശങ്ങളെയാണ് ഗാന്ധിജി തകരുന്ന ബാങ്കിലെ പിൻതീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്? ഒന്ന്, ജനറൽ ഫക്ത് ഖാൻ. അടുത്തത് ബഹദൂർ ഷാ രണ്ടാമൻ. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ വനിതാ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ഡൽഹി. ഓപ്ഷൻ എ ഡൽഹി. 1946 ഡിസംബർ 9 ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് ആദ്യ സമ്മേളനം നടന്നത്. സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. ഏഴാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഉത്തരം ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ. ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ദളിത് വനിത കൂടിയാണ് ദാക്ഷായണി വേലായുധൻ. ആകെ 15 വനിതകളാണ് സഭയിലുണ്ടായിരുന്നത്. എട്ടാമത്തെ ചോദ്യം. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനാ ഭാഗം.
ഉത്തരം ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. ഉത്തരം ഓപ്ഷൻ ഡി റെയിൽവേ. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഭാഗമാണ് റെയിൽവേ. പ്രതിരോധം, വിദേശകാര്യം, ബാങ്കിംഗ്, ആറ്റോമിക് എനർജി എന്നിവയാണ് യൂണിയൻ ലിസ്റ്റിലെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. വിദ്യാഭ്യാസം നിലവിൽ കൺകറന്റ് ലിസ്റ്റിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യം, കൃഷി, ക്രമസമാധാനം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. 10ാമത്തെ ചോദ്യം, വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. ഉത്തരം ഓപ്ഷൻ ബി പി.ബി. സാവന്ത്. പി.ബി. സാവന്ത് ആണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനായിരുന്നു ജസ്റ്റിസ് പി.ബി. സാവന്ത്. അദ്ദേഹമാണ് വിവരാവകാശ നിയമത്തിന്റെ മാതൃകാ കരട് തയ്യാറാക്കിയത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. 11ാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികളുടെ രചന ഏതാണ്? വൈകുണ്ഠസ്വാമികളുടെ രചന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 4 മാത്രം എന്നതാണ് ശരി. അരുൾ നൂൽ എന്നത് മാത്രമാണ് തന്നിട്ടുള്ളതിൽ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതി. വൈകുണ്ഠസ്വാമികളുടെ കൃതികളിൽ പെടുന്നതാണ് അഖില തിരുട്ട്, അരുൾ നൂല് എന്നിവ. ദർശനമാലയും നവമഞ്ജരിയും ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് 12ാമത്തെ ചോദ്യം, വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2 മാത്രം എന്നതാണ്. മാത്യു തരകനെ സംരക്ഷിച്ചു എന്നതാണ് തെറ്റായിട്ടുള്ള ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവനയുള്ളത്. വേലുത്തമ്പി ദളവയും വ്യാപാരിയുമായ മാത്യു തരകനും തമ്മിൽ കടുത്ത ശത്രുതയുള്ള വ്യക്തികളായിരുന്നു. വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച പ്രശസ്തമായ വിളംബരമാണ് കുണ്ടറ വിളംബരം. 1809 നടന്നിട്ടുള്ള കുണ്ടറ വിളംബരം. ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന മെക്കാളെ പ്രഭുവിനെതിരെയാണ് അദ്ദേഹം പോരാടിയതെന്ന് കൂടി ഓർത്തിരിക്കുക. 13ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏതു പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏതു പേരിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2 മാത്രം എന്നതാണ്. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നീ പേരുകളിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നടപ്പിലാക്കിയ ആദ്യത്തെ ചിട്ടയായ ഭൂമി സർവേയാണിത്. ഇതിന് നേതൃത്വം നൽകിയത് രാമയ്യൻ ദളവയായിരുന്നു. അതുപോലെ തന്നെ സർക്കാർ വക ഭൂമിയെ പണ്ടാരവകയെന്നും ബ്രാഹ്മണർക്ക് നൽകിയതിനെ ബ്രഹ്മസം എന്നും ക്ഷേത്രങ്ങൾക്ക് നൽകിയവയെ ദേവസ്വം എന്നുമാണ് വിളിച്ചിരുന്നത്. 14ാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. 1917 ഇത് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? 1. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. അതുപോലെ തന്നെ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ഈ ഉടമ്പടി ഒപ്പിടുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. 16ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. ഓപ്ഷൻ ബി പെരിയാർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസല്, ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള ഇടുക്കി എന്നിവ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 17ാമത്തെ ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഖത്തർ. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഖത്തറാണ്. ഫൈനലിൽ അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തി കിരീടം നേടി. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ നേടിയത് ലയണൽ മെസ്സി ആണെന്ന് കൂടി ഓർത്തിരിക്കുക. 18ാമത്തെ ചോദ്യം,
സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, മിശ്ര സമ്പദ് വ്യവസ്ഥി. 19ാമത്തെ ചോദ്യം, ഏതു സംവിധാനത്തിന് പകരമാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ, ആസൂത്രണ കമ്മീഷൻ. ഓപ്ഷൻ എ, ആസൂത്രണ കമ്മീഷൻ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ബോട്ടം അപ്പ് സമീപനമാണിത് പിന്തുടരുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി? ഉത്തരം ഓപ്ഷൻ ഡി, പ്രശാന്ത് ചന്ദ്ര മഹലോനോബിസ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പ്രശാന്ത് ചന്ദ്ര മഹലോനോബിസ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലോനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂൺ 29 ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനമായി ആചരിക്കുന്നു. 21ാമത്തെ ചോദ്യം, ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, ഹരിത വിപ്ലവം. ഓപ്ഷൻ എ, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഗോതമ്പ് ഉൽപാദനത്തിലാണ് ഏറ്റവും കൂടുതൽ വർധനവുണ്ടായെന്നു കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 1962 ഇൻഡോ ചൈനോ യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. ദലൈലാമയ്ക്ക് അഭയം നൽകിയത് 1959 ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയതിനെ തുടർന്നാണ് ഇൻഡോ ചൈന യുദ്ധം കാരണമായത്. 23ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീ പ്രകാരം PSC ക്യാൻസൽ ചെയ്താണ്. അടുത്തത് നോക്കാം. 24ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഊർജിത് ആർ പട്ടേൽ. ഊർജിത് ആർ പട്ടേൽ 2016 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ചുമതലയേറ്റത് ഊർജിത് ആർ പട്ടേലാണ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഗ്രീഷ്മകാലം. ഓപ്ഷൻ എ, ഗ്രീഷ്മകാലം. ഇന്ത്യൻ കലണ്ടർ പ്രകാരം 6 ഋതുക്കളാണ് ഇന്ത്യക്കുള്ളത്: വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം. അടുത്തത് 26ാമത്തെ ചോദ്യം, ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? ഉത്തരം ഓപ്ഷൻ സി, 3. ഓപ്ഷൻ സി, 3. ഏതൊക്കെയാണത്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അങ്ങനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. 27ാമത്തെ ചോദ്യം, ആനമുടിയുടെ ഉയരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ, 2695 മീറ്റർ ആണ്. ദക്ഷിണേന്ത്യയിലെയും പശ്ചിമഘട്ടത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 28ാമത്തെ ചോദ്യം, ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, മറയൂർ. ഓപ്ഷൻ ബി, മറയൂർ. സ്വാഭാവിക ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണിത്, ഇടുക്കിയിലെ മറയൂർ എന്ന് പറയുന്ന സ്ഥലം. അടുത്തത് 29ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇടുക്കി. ഓപ്ഷൻ ഡി, ഇടുക്കി. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് 30ാമത്തെ ചോദ്യം, ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ബാമർ. ഓപ്ഷൻ ബി, ബാമർ. അതുപോലെ തന്നെ രാജസ്ഥാനിലെ താർ മരുഭൂമി മേഖലയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് 31ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം? ഉത്തരം ഓപ്ഷൻ എ, ഇടനാട്. ഓപ്ഷൻ എ, ഇടനാട്. തെങ്ങ്, നെല്ല്, റബ്ബർ, കവുങ്ങ്, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ കൂടുതലായും കൃഷി ചെയ്യുന്നത് ഇടനാട്ടിലാണ്. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി, പീച്ചി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചിയാണ്. തൃശ്ശൂർ ജില്ലയിലെ മണലി പുഴയ്ക്ക് കുറുകെയാണ് പീച്ചി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1958 ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? ഉത്തരം ഓപ്ഷൻ സി, കണ്ണൂര്. ഏറ്റവും കുറവ് കടൽ തീരം കൊല്ലം ജില്ലയ്ക്കാണുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് എന്ന് പറയുന്നത് കണ്ണൂരിലെ മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. അടുത്തത് 34ാമത്തെ ചോദ്യം,
കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആലട്ടി ചുരം. ആലട്ടി ചുരം. 35-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏതു സംസ്ഥാനത്താണ് തുറന്നു കൊടുക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ഇത് ആഗ്രയും ഇറ്റാവയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഏകദേശം 207 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളമായിട്ട് വരുന്നത്. 36-ാമത്തെ ചോദ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം? ഉത്തരം ഓപ്ഷൻ ഡി വാർട്ടൺ ഗർത്തം. വാർട്ടൺ ഗർത്തം. യഥാർത്ഥത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ജാവ ഗർത്തമാണ്. ഇവിടെ ഓപ്ഷനുകളിൽ ഉള്ളതിൽ വെച്ചിട്ടാണ് വാർട്ടൺ ഗർത്തം നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം പസഫിക് സമുദ്രത്തിലെ മരിയാന ഗർത്തമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ആഴമേറിയ ഭാഗം പ്യൂട്ടോണിക്കോ ഗർത്തമാണെന്ന് കൂടി ഓർത്തിരിക്കുക. 37. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി? ഉത്തരം ഓപ്ഷൻ എ പമ്പാർ. ഓപ്ഷൻ എ പമ്പാർ. കിഴക്കോട്ട് 3 നദികളാണ് ഒഴുകുന്നത്: കബനി, ഭവാനി, പമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കൂടിയ നദിയാണ് കബനി. 38-ാമത്തെ ചോദ്യം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തുവർക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സിറസ്. ഓപ്ഷൻ ഡി സിറസ് ആണ്. ഏറ്റവും ഉയരത്തിൽ കാണുന്ന മേഘങ്ങളാണിത്. മഴ നൽകുന്ന മേഘങ്ങളെ പറയുന്ന പേരാണ് നിംബസ് എന്നത്. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് ക്യൂമുലസ് മേഘങ്ങൾ. അടുത്ത ചോദ്യം. 39-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? ഉത്തരം ഓപ്ഷൻ സി PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി? ഉത്തരം ഓപ്ഷൻ ബി സുന്ദരി ചെടി. ഓപ്ഷൻ ബി സുന്ദരി ചെടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ്. 41-ാമത്തെ ചോദ്യം. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്. ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് പ്രധാനമായിട്ടും കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. കറുത്ത മണ്ണ് പരുത്തി കൃഷിക്കാണ് അനുയോജ്യം. 42-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സർവേ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ സർവേ ഓഫ് ഇന്ത്യ. 1767 സ്ഥാപിതമായ ഇതിന്റെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. 43-ാമത്തെ ചോദ്യം. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യം അരുളിയ ആദ്യ ജില്ല? ഉത്തരം ഓപ്ഷൻ സി കോട്ടയം. 44-ാമത്തെ ചോദ്യം. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആര്യ സമാജം. 1875 ഇത് സ്ഥാപിതമായത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആഹ്വാനമാണ്. 45-ാമത്തെ ചോദ്യം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 46-ാമത്തെ ചോദ്യം. 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ആശയങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി മതേതരത്വം, സ്ഥിതിസമത്വം. 47-ാമത്തെ ചോദ്യം. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം? ഉത്തരം ഓപ്ഷൻ ബി കരുണ. ഓപ്ഷൻ ബി കരുണ. 48-ാമത്തെ ചോദ്യം. സ്വർണ ജയന്തി ഹഷാരി റോസ്ഗാർ യോജന സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? 1. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. അതുപോലെ തന്നെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ എ ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 49-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം? ഉത്തരം ഓപ്ഷൻ ബി അരുൺ ഗോയൽ. ഓപ്ഷൻ ബി അരുൺ ഗോയൽ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് 2023 ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഫൈനൽ കീ ഉത്തരം കൂടിയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇനി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ്
കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമാണ് ഉള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. 50-ാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ചൈൽഡ് ഡേ 2022 ആപ്തവാക്യം. ഉത്തരം ഓപ്ഷൻ എ, ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. എല്ലാ വർഷവും നവംബർ 20-നാണ് ലോക ശിശുദിനം ആചരിക്കുന്നത്. നവംബർ 20-നാണ് ലോക ശിശുദിനം ആചരിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. വേൾഡ് ചിൽഡ്രൻസ് ഡേ നവംബർ 20-നാണ്. കുട്ടികളുടെ അവകാശങ്ങളെയും ക്ഷേമത്തെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 51-ാമത്തെ ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്. ഉത്തരം ഓപ്ഷൻ സി, അൽ റിഹില. അൽ റിഹില. അറബിക് ഭാഷയിൽ അൽ റിഹില എന്നാൽ യാത്ര എന്നാണ് അർത്ഥം. സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ ഉപയോഗിച്ച പന്തിൻ്റെ പേര് അൽ ഹിൽമ എന്നാണ്. അതിൻ്റെ അർത്ഥം സ്വപ്നമെന്നാണ്. അടുത്ത ചോദ്യം, 52-ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ 34-ാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. ഉത്തരം ഓപ്ഷൻ ഡി, ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ഇദ്ദേഹം. ഹിമാചൽ പ്രദേശിലെ കൽപ്പ സ്വദേശിയാണ്. അതുപോലെ തന്നെ 2022 106-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. 53-ാമത്തെ ചോദ്യം, മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കോമ്പല്ല്. ഓപ്ഷൻ ബി, കോമ്പല്ല്. മനുഷ്യരിൽ 4 എണ്ണമാണിതുള്ളത്. മാംസാഹാരികളായിട്ടുള്ള മൃഗങ്ങളിൽ ഇവ കൂടുതൽ വികസിതമായ രീതിയിൽ കാണപ്പെടുന്നുണ്ട്. 54-ാമത്തെ ചോദ്യം, പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. അതുപോലെ തന്നെ പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. 2ഉം 4ഉമാണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. പ്രോട്ടീൻ ശരീരനിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ കുറവ് മൂലം വരുന്ന രോഗങ്ങളാണ് ക്യാഷിയോക്കർ, മരാസ്മസ് എന്നിവയൊക്കെ. അതുപോലെ തന്നെ ധാന്യങ്ങളിൽ അന്നജമാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 55. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്തിനമാണ്? ഉത്തരം ഓപ്ഷൻ സി, പാവൽ. ഓപ്ഷൻ സി, പാവൽ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വെളുത്ത നിറത്തിലുള്ള പാവൽ ഇനമാണ് പ്രിയങ്ക. പ്രീതി, അർക്ക, ഹരിത് എന്നിവ മറ്റു പ്രധാനപ്പെട്ടിട്ടുള്ള പാവൽ ഇനങ്ങളാണ്. 56-ാമത്തെ ചോദ്യം, വരയാടുകൾ സംരക്ഷിക്കപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇരവികുളം. ഓപ്ഷൻ ഡി, ഇരവികുളമാണ് വരയാടുകളെ സംരക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം. 1978 വർഷം. അടുത്ത ചോദ്യം, 57-ാമത്തെ ചോദ്യം, ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഹരിതസസ്യങ്ങൾ. ഓപ്ഷൻ എ, ഹരിതസസ്യങ്ങളാണ് ഉത്തരം. പ്രകാശത്തിൽ നിന്നും ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളതിനാൽ സസ്യങ്ങളെ ഉൽപാദകർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഭക്ഷ്യശൃംഖലയിലും ആരംഭിക്കുന്നത് ഉൽപാദകരിൽ നിന്നായിരിക്കും. 58-ാമത്തെ ചോദ്യം, 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, 59. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ശ്വാസകോശം. ഓപ്ഷൻ എ, ശ്വാസകോശം. ഇതൊരു വൈറസ് രോഗമാണെന്ന് കൂടി ഓർത്തിരിക്കുക. 61-ാമത്തെ ചോദ്യം, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. ഓപ്ഷൻ ബി, പ്രകീർണനം. 61-ാമത്തെ ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ടോറിസെല്ലി. ഓപ്ഷൻ ഡി, ടോറിസെല്ലി.
ബാരോമീറ്ററിലെ റീഡിങ് പെട്ടെന്ന് താഴുന്നത് കൊടുങ്കാറ്റിന്റെ സൂചനയാണെന്ന് കൂടി ഓർത്തിരിക്കുക. 62ാമത്തെ ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സോഡിയം ബൈൻസോയേറ്റ് ആണ്. സ്ക്വാഷ്, ജാമ് എന്നിവയിൽ പ്രിസർവേറ്റീവ് ആയിട്ടാണിത് ഉപയോഗിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ ബാക്ടീരിയയുടെയും പൂപ്പലിന്റെയും വളർച്ച തടയാനായിട്ട് ഇത് സഹായിക്കുന്നു. 63ാമത്തെ ചോദ്യം, സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ഉയർന്ന മർദ്ദത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കുന്നത്. കുപ്പി തുറക്കുമ്പോൾ മർദ്ദം കുറയുന്നത് മൂലമാണ് വാതക കുമിളകൾ ഉയർന്നു വരുന്നത്. 64 ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി കമ്പനം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. 65ാമത്തെ ചോദ്യം, രസതന്ത്രത്തിൽ 2020 നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഉത്തരം ഓപ്ഷൻ എ ഇമാനുവൽ ഷാർപെന്റിയയ്ക്കാണ് 2020 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ജനിതക എഡിറ്റിംഗിനായിട്ടുള്ള ഗവേഷണത്തിനാണ് ഇമാനുവൽ ഷാർപെന്റിയയ്ക്കും ജെന്നിഫർ ഡൗണിക്കും പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തിരിക്കുക. 66ാമത്തെ ചോദ്യം, മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്. ഇത് മ്യൂക്കർ എന്നും ഒരു കൂട്ടം പൂപ്പലുകൾ മൂലമുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള അണുബാധയാണ്. 67ാമത്തെ ചോദ്യം, COVID-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കോവാക്സിൻ. COVID-19 ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? കോവാക്സിൻ. ഓപ്ഷൻ ബി കോവാക്സിൻ. ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ വാക്സിനാണ് കോവാക്സിൻ. 68 എംഫിസീമ ബാധിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ ശ്വാസകോശം. എംഫിസീമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. പ്രധാനമായും പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകൾക്ക് നാശം സംഭവിക്കുന്ന അവസ്ഥയാണിത്. അടുത്ത ചോദ്യം 69 ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രോട്ടീൻ. 70ാമത്തെ ചോദ്യം, ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി കോളറ. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്നതാണ് ഈ രോഗം. മലിനമായ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് കോളറ പകരുന്നത്. അടുത്ത ചോദ്യം 71ാമത്തെ ചോദ്യം, ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ഉത്തരം ഓപ്ഷൻ എ പ്രമേഹം. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം പ്രമേഹമാണ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോക പ്രമേഹ ദിനം നവംബർ 14 72ാമത്തെ ചോദ്യം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി താലോലം. ഉത്തരം ഓപ്ഷൻ ബി താലോലം. 73ാമത്തെ ചോദ്യം, ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം? ഉത്തരം ഓപ്ഷൻ സി ചീര. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. ജീവകം എയുടെ കുറവ് മൂലമാണ് നിശാന്തത, സീറോഫ്താൽമിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നത്. 74ാമത്തെ ചോദ്യം, മന്ത് പരത്തുന്ന ജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കൊതുക്. മന്ത് പരത്തുന്നത് കൊതുകാണ്. ക്യൂലെക്സ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. 75ാമത്തെ ചോദ്യം, രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാക്കുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി എയ്ഡ്സ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സിന് കാരണം. രോഗനിർണയത്തിനുള്ള പ്രാഥമിക പരിശോധന എലൈസ ടെസ്റ്റ് ആണ്. സ്ഥിരീകരണ പരിശോധന എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ബ്ലോട്ട് പരിശോധനയാണ്. 76ാമത്തെ ചോദ്യം, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ഉത്തരം ഓപ്ഷൻ ഡി O രക്തഗ്രൂപ്പാണ്.
O നെഗറ്റീവ് ആണ് കൃത്യമായ സാർവത്രിക ദാതാവ്. AB ഗ്രൂപ്പിനെ സാർവത്രിക സ്വീകർത്താവ് എന്നാണ് വിളിക്കുന്നത്. കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത്. 77ാമത്തെ ചോദ്യം, കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ മെഡിസെപ്പ്. ഓപ്ഷൻ എ മെഡിസെപ്പ്. അടുത്ത ചോദ്യം, ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഉത്തരം ഓപ്ഷൻ ബി സ്കിർവി. ഓപ്ഷൻ ബി സ്കിർവി ആണ്. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം അക്സോബിക് ആസിഡ് എന്നാണ്. നെല്ലിക്ക, നാരങ്ങ വർഗ്ഗ എന്നിവ അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതാണ് ജീവകം സി കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് കാരണമാകുന്നത്. ജീവകം സി കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയവ. അടുത്ത ചോദ്യം, 79ാമത്തെ ചോദ്യം, ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ദിശ. ഓപ്ഷൻ എ ദിശയാണ് ഉത്തരം. ദിശയുടെ ഫുൾ ഫോം ഡയറക്റ്റ് ഇന്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് എന്നാണ്. ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്കും മാനസിക പിന്തുണയ്ക്കും കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള സംവിധാനമാണിത്. ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറഞ്ഞാൽ 1056 ആണ്. 1056 എന്നതാണ് ദിശയുടെ ടോൾ ഫ്രീ നമ്പർ എന്നുകൂടി ഓർത്തിരിക്കുക. 80ാമത്തെ ചോദ്യം, എൻഡോസൾഫാൻ, കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി സ്നേഹസ്വാന്തനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. കാസർഗോഡ് ജില്ലയിലാണ് ലഭിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കാണ് കിട്ടുന്നത്. പ്രതിമാസം ഒരു ധനസഹായം നൽകുന്ന സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണിത്. അടുത്ത ചോദ്യം, 81ാമത്തെ ചോദ്യമാണ്. മാത്സിന്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ ചോദ്യങ്ങളും ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാകാത്ത ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. 81ാമത്തെ ചോദ്യം, x/2 + 8 = -10 ആയാൽ എക്സിന്റെ വില എത്ര? x/2 + 8 = -10 ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷനിൽ ഒരു തുക തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് x/2 പുറത്തേക്ക് എടുത്ത് എഴുതാം. പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ എങ്ങനെയാകും? -10 - 8 എന്ന് പറയുന്നത് -18 എന്ന് കിട്ടും. ഇതിൽ നിന്നും എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. x = -18 × 2/2 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പം ഇൻറ്റു ചെയ്യും അല്ലേ, 2നെ ഗുണിക്കേണ്ടി വരും. അപ്പം നമുക്ക് ഉത്തരം -36 എന്ന് കിട്ടും. -36. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 82ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 5/3 ഭാഗത്തിന്റെ 60% എന്നത് 36 ആയാൽ സംഖ്യ ഏത്? ശ്രദ്ധിക്കുക, ഒരു സംഖ്യയുടെ 5/3 ഭാഗത്തിന്റെ 60% എന്നത് 36 ആയാൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സംഖ്യയെ x എന്ന് എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? x × 3/5 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണല്ലേ, 60% അപ്പം 60 / 100. ഇവിടെ 60 ആണ്. 60 / 100 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 36 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. സംഖ്യ x എന്ന് എടുത്തു. അപ്പോൾ x × 3/5 × 60/100 എന്ന് പറഞ്ഞാൽ 36 ആയി കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? x × 3/5 ഈ 60/100 നമ്മൾ ഷോർട്ടാക്കി 3/5 എന്ന് എഴുതുന്നു. ഉത്തരം 36. അന്നേരം x × 9/25 എന്ന് പറയുന്നത് 36 ആകുന്നു. എന്നിട്ട് എക്സിനെ പുറത്തേക്ക് എടുത്ത് എഴുതുമ്പം 36 × 25/9 എന്ന് പറയുന്നത് എത്രയാവും? 100 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി 100 എന്ന് ഉത്തരം കിട്ടും. അടുത്തത് 83ാമത്തെ ചോദ്യം, രണ്ടു സംഖ്യകളുടെ ഉസാഗ 11 ലസാഗു 693 ആയാൽ അവയിൽ ഒരു സംഖ്യ 77 ആണ്. മറ്റേ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അതിന് ഞാൻ
ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഒരെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF എന്നാണ്. ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ LCMനും HCFനും തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് ഒരു സംഖ്യ തന്നിട്ടുണ്ട്. എ എന്ന സംഖ്യയ്ക്ക് നമ്മൾ 77 എന്ന് കൊടുത്തു. ബി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 99. ഓപ്ഷൻ എ 99 ആണ് ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. 84ാമത്തെ ചോദ്യം. 2.5 ഭാഗം 0.0005 എത്രയെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി 5000 ആണ് വരുന്നത്. ഓപ്ഷൻ സി 5000. 85ാമത്തെ ചോദ്യം. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിനൊരു ഇക്വേഷൻ പഠിക്കാനുണ്ടായിരുന്നു. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താണ്? n+1/2 ആണ്. n+1/2 ആണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത്. ഇവിടെ 10 എന്ന് പറഞ്ഞത് n എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അപ്പൊ നമ്മൾ n-ന് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ 10 + 1/2 എന്ന് പറഞ്ഞത് 11/2 ഈസ് ഈക്വൽ ടു 5.5. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ എത്ര വേണമെങ്കിലും വരാം. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ n-ന്റെ വാല്യൂ എത്ര ആയിരിക്കും? 20 ആയിരിക്കും. അതനുസരിച്ച് ഇക്വേഷൻ മാറും. അപ്പം ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നാൽ n+1/2 ആണ്. അടുത്ത ചോദ്യം. 86ാമത്തെ ചോദ്യം. a+b ഈസ് ഈക്വൽ ടു 5, ab ഈസ് ഈക്വൽ ടു 2 ആയാൽ a² + b² വില എന്തെന്നാണ്. ഇവിടെ a+b എത്ര തന്നിട്ടുണ്ട്? 5 എന്ന് തന്നിട്ടുണ്ട്. ab 2 എന്ന് തന്നിട്ടുണ്ട്. a² + b² ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? a² + b² എന്ന് പറയുന്നത് എന്തായിരിക്കും? a+b² ആണ് അല്ലേ? നിസ്സാരമായിട്ടുള്ള ഇക്വേഷൻ ആണ്, സമവാക്യമാണ്. ഓർത്തിരിക്കുക. a² + b² എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് a+b² എന്ന് കിട്ടും. a+b² ഇക്വേഷൻ നമുക്കറിയാലോ. a² + b² + 2ab അല്ലേ? a+b² ഈസ് ഈക്വൽ ടു a² + b² + 2ab എന്നതാണ്. ഇവിടെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. a+b² എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? എത്ര? a+b എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ a+b² എന്ന് പറഞ്ഞാൽ 5² എന്ന് വരും. പിന്നെ ഇക്വേഷനിലേക്ക് a²ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, b²ന്റെ അറിയത്തില്ല. 2 എടുത്തെഴുതി. ab-യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 എന്ന് തന്നിട്ടുണ്ട്. 2 × 2. അപ്പം 5² എന്ന് പറയുന്നത് 25 ഈസ് ഈക്വൽ ടു a² + b² ഈസ് ഈക്വൽ ടു ഈ 2 × 2 4 എന്ന് കിട്ടി. ഇതിൽ നിന്ന് a+b² പുറത്തേക്ക് എടുത്തു. 25 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം 25 - 4 ആകും. അപ്പം a+b² വില നമുക്ക് 21 എന്ന് കിട്ടും. ഓപ്ഷൻ എ 21. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 87ാമത്തെ ചോദ്യം. ഇവിടെ നോക്കിയേ. √28,900 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം √289 എന്ന് പറയുന്നത് എത്രയാണ്? √289 എന്ന് പറയുന്നത് 17 ആണ് കേട്ടോ. √279 എത്രയാണ്? 17 ആണ്. 2 പൂജ്യങ്ങളുടെ വർഗ്ഗമൂലം 1 പൂജ്യമാണെന്ന് ഓർത്തിരിക്കുക. 2 പൂജ്യങ്ങളുടെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 1 പൂജ്യമാണ്. അതുകൊണ്ട് √28,900 എന്നതിന്റെ ഉത്തരം എന്ത് വരും? 170 എന്ന് വരും. ഉത്തരം ഓപ്ഷൻ സി 170. അടുത്തത് 88ാമത്തെ ചോദ്യം നോക്കാം. അരുൺ 240 മീറ്റർ 24 സെക്കൻഡിൽ ഓടിയെത്തി എങ്കിൽ അരുണിന്റെ വേഗത മീറ്റർ/സെക്കൻഡിൽ എത്രയെന്നാണ്. വേഗത കാണാനുള്ള ഇക്വേഷൻ അറിയാം. ദൂരം ബൈ സമയം. വേഗത ഇവിടെ തന്നിട്ടുണ്ട് 240. സമയം തന്നിട്ടുണ്ട് 24 സെക്കൻഡ്. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ 24 10 മീറ്റർ/സെക്കൻഡ്. ഓപ്ഷൻ ബി 10 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 10 എന്നതാണ് ഉത്തരം. 89ാമത്തെ ചോദ്യം. വിറ്റ വില 40 രൂപ 60 പൈസ. ലാഭശതമാനം 16 ആയാൽ വാങ്ങിയ വില എന്ത്? വിറ്റ വില 40 രൂപ 60 പൈസ ആയാൽ ലാഭശതമാനം 16 ആയാൽ വാങ്ങിയ വില എത്രയെന്നാണ്. വാങ്ങിയ വില കാണാൻ അറിയാലോ. എന്താണ് ചെയ്യേണ്ടത്? 40
40 രൂപ 60 പൈസയല്ല, അതിനെ നമ്മൾ 40.60 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 116 എന്ന് കിട്ടുന്നു. ഉത്തരം നമുക്ക് 35, ഓപ്ഷൻ സി 35 കിട്ടും. ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. 90ാമത്തെ ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. 91ാമത്തെ ചോദ്യം നോക്കാം. ഗുണനം ഈസ് ഈക്വൽ ടു സബ്സ്ട്രാക്ഷൻ, സബ്സ്ട്രാക്ഷൻ ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ഈസ് ഈക്വൽ ടു ഡിവിഷൻ, ഡിവിഷൻ ഈസ് ഈക്വൽ ടു അഡീഷൻ ആയാൽ 13 മൈനസ് 12 ഭാഗം 400 പ്ലസ് 20 ഇൻറ്റു 100 എത്രയെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 76, ഓപ്ഷൻ ബി 76. 92ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. സംഖ്യാശ്രേണിയാണ്. 2, 11, 47, 191, 767 എന്ന് കിട്ടി. സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. എങ്ങനെയാണ് 2ൽ നിന്ന് 11ലേക്ക് എത്തിയത്? 2 ഇൻറ്റു 4 പ്ലസ് 3 ചെയ്താൽ 11, 11 ഇൻറ്റു 4 പ്ലസ് 3 ചെയ്താൽ 47, 47 ഇൻറ്റു 4 പ്ലസ് 3 ചെയ്താൽ 191, 191 ഇൻറ്റു 4 പ്ലസ് 3 ചെയ്താൽ 767. അപ്പോൾ അടുത്ത എങ്ങനെ വരും? 767 ഇൻറ്റു 4 പ്ലസ് 3 3071, 3071, ഓപ്ഷൻ സി എന്നാണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ സി. 93ാമത്തെ ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. അടുത്തത് നോക്കാം. 94ാമത്തെ ചോദ്യം. പെൺകുട്ടികളുടെ ഒരു വരിയിൽ ശാന്തി ഇടത്ത് നിന്ന് 11ാമതും ശാലിനി വലത്ത് നിന്ന് 7ാമതുമാണ്. അവർ പരസ്പരം നിൽക്കുന്ന സ്ഥാനങ്ങൾ മാറിയാൽ ശാന്തി ഇടത്തു നിന്ന് 15ാമതാകും എങ്കിൽ ആ വരിയിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി 21. 95ാമത്തെ ചോദ്യം. ആരോ തന്നിട്ടുണ്ട്. ആദ്യം മുകളിലേക്കുള്ള ആരോ, പിന്നെ വലത്തേക്കുള്ള ആരോ, പിന്നെ താഴേക്കുള്ള ആരോ, പിന്നെ ഇടത്തേക്കുള്ള ആരോ, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അടുത്തത് ഏത് വരുമെന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. കാരണം എന്താ? ചിഹ്നങ്ങൾ ക്ലോക്ക് വൈസ് ദിശയിലാണ് സഞ്ചരിച്ചു വരുന്നത് അല്ലെ, 90 ഡിഗ്രി വീതമാണ് തിരിയുന്നത്. മുകളിലേക്ക്, വലത്തേക്ക്, താഴേക്ക്, ഇടത്തേക്ക് എന്ന് വരുമ്പോൾ അടുത്തത് എന്തായിരിക്കും? അടുത്തത് മുകളിലേക്കാണ് വരേണ്ടത്. അടുത്തത് 96ാമത്തെ ചോദ്യം. വിശപ്പ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദാഹം എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി വെള്ളം. അടുത്തത് 97ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. വ്യാഴം, ആകാശം, നക്ഷത്രം, ചന്ദ്രൻ. ഇതിൽ ഒറ്റയാൻ ഏതാണ്? ഓപ്ഷൻ ബി ആകാശമാണ്. കാരണം എന്താ? വ്യാഴം, നക്ഷത്രം, ചന്ദ്രൻ എന്നിവ ആകാശത്തുള്ള ഗോളങ്ങളോ നക്ഷത്രങ്ങളോ പോലെയുള്ളവയാണ്. എന്നാൽ ആകാശം എന്ന് പറയുന്നത് ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഇടമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം 98ാമത്തെ ചോദ്യം. 15 വർഷം കഴിയുമ്പോൾ രാജീവിന്റെ വയസ്സ് അവന്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിന്റെ 5 മടങ്ങാകും എങ്കിൽ രാജീവന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? രാജീവന്റെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ x എന്ന് എടുത്തു. 15 വർഷം കഴിയുമ്പോൾ രാജീവിന്റെ വയസ്സ് എത്ര ആകും? x പ്ലസ് 15 ആകും. x വയസ്സിനോടുകൂടി 15 വർഷം കൂടെ കൂടും. ഇനി 5 വർഷം മുമ്പത്തെ വയസ്സെന്ന് പറയുമ്പം x മൈനസ് 5 ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ രൂപത്തിൽ നിന്ന് അത് ഇക്വേഷനിലേക്ക് മാറ്റാം. എങ്ങനെ വരും? അതായത് 15 വർഷം, ശ്രദ്ധിക്കുക ചോദ്യം നോക്കുക, 15 വർഷം കഴിയുമ്പോൾ രാജീവന്റെ വയസ്സ് അവന്റെ 5 വർഷം മുമ്പത്തെ വയസ്സിന്റെ 5 മടങ്ങാകും എന്ന് പറഞ്ഞാൽ എന്താണ്? x പ്ലസ് 15, x പ്ലസ് 15 എന്ന് പറയുന്നത് 5 ഇൻറ്റു എക്സ് മൈനസ് 5 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ഇക്വേഷൻ ആക്കി കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ്. x പ്ലസ് 15 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 5x മൈനസ് 25 എന്ന് പറയും. 5 ഇൻറ്റു എക്സ് 5x, 5 ഇൻറ്റു 5 മൈനസ് 25. ഇനി ഇതിൽ നിന്ന് എക്സിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പം 5x മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താകും? 25 പ്ലസ് 15 ആകും. ഈ 15 ഇങ്ങോട്ട് വരുമ്പം പ്ലസ് 15 ആകും. പിന്നെ 4x ഈസ് ഈക്വൽ ടു 40 ആകും. അതിൽ നിന്ന് എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 40/4 10 എന്ന് വരും. ഓപ്ഷൻ എ 10 ആണ് ഉത്തരം. ഓപ്ഷൻ എ 10. 99ാമത്തെ ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. അടുത്ത ചോദ്യം നോക്കാം. 100ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ബഷീർ അവന്റെ വീട്ടിൽ നിന്നും 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു നിന്നു. വീണ്ടും ഇടത്ത് തിരിഞ്ഞ് 30 കിലോമീറ്റർ കൂടി നടന്നാൽ അവൻ ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര അകലെയാണ്? ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ബഷീറിന്റെ വീട് ഇതാണ്.
ബഷീർ വീട്ടിൽ നിന്നും എത്ര കിലോമീറ്റർ ആണ്? 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. അതായത് ആദ്യം ബഷീർ ഇങ്ങനെ 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. ശേഷം എന്താണ്? ഇടത്ത് തിരിഞ്ഞ് 30 കിലോമീറ്റർ കൂടി നടന്നു. ഇവിടെ വരെ നടന്നു. ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ അവൻ വീട്ടിൽ നിന്നും എത്ര അകലെയാണ്? അപ്പം ഈ ഒരു ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡോട്ടഡ് ലൈനിലുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ, ഇതൊരു മട്ടത്രികോണമാണ് അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ പാദവും തന്നിട്ടുണ്ട്, ലംബവും തന്നിട്ടുണ്ട്. നമുക്ക് കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഭാഗമാണ് കർണം. അപ്പൊ നമുക്കിതറിയാം, പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ടുള്ളതാണ്. കർണം ഈസ് ഈക്വൽ ടു എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. പാദം 40 എന്ന് കിട്ടി, ലംബം 30 എന്ന് കിട്ടി. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഉത്തരം 50 കിലോമീറ്റർ, ഓപ്ഷൻ ബി 50 കിലോമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 100 ചോദ്യങ്ങളാണ് പഠിച്ചത്. 100 ചോദ്യങ്ങളും അവയോടനുബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വസ്തുതകളും പഠിച്ചു. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടുള്ള ഏത് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് ഇടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്